തളിപ്പറമ്പിൽ സിപിഎമ്മിനെ സ്നേഹിക്കുന്നവർ തന്നം ജയിപ്പിക്കുമെന്ന് കോൺഗ്രസ് പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി ടി കെ ഗോവിന്ദൻ. മയ്യിലിൽ ഷാഫി പറമ്പിൽ പങ്കെടുത്ത ടി കെ ഗോവിന്ദന്റെ റോഡ് ഷോയിൽ വൻ ജനപങ്കാളിത്തം. കൊയ്യം ജനാർദ്ദനന്റെ സ്ഥാനാർത്ഥിത്വം ഒരു തരത്തിലും തിരിച്ചടിയാകില്ലെന്ന് ഷാഫി. ടി കെ ഗോവിന്ദന്റെ റോഡ് ഷോയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. എന്താണ് ഏറ്റവും ഇപ്പോഴത്തെ പ്രതീക്ഷ? എന്താണ്? ജനങ്ങൾക്കുള്ള ആവേശമാണ് കാണിക്കുന്നത്. ഞാൻ ഉയർത്തിയ ആശയത്തിൽ ജനങ്ങൾ അതിൽ എന്നോടൊപ്പം നിൽക്കുന്നു എന്നതിന്റെ തെളിവാണിത്. UDF പ്രവർത്തകന്മാർ മാത്രമല്ല, CPMന്റെ പ്രവർത്തകന്മാരും CPMന്റെ വിശ്വാസികളും CPM അനുഭാവികളും ഈ ആവേശത്തിലുണ്ട്. ഇവിടെ ആവേശത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് മയ്യിൽ പാർട്ടിയുടെ കേന്ദ്രമാണ്. ആ മയ്യിൽ പാർട്ടിയുടെ സഖാക്കൾ എന്നോടൊപ്പം ഉണ്ട്, ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ല, ഇപ്പൊ സാധാരണ ഇവിടെ UDF ഒരു സാധാരണ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടം, ഗർവിനും അഹന്തക്കും എതിരായിട്ടുള്ള പോരാട്ടം, അതാണ് ഞാൻ നടത്തുന്നത്. സാധാരണ അവിടെ UDF ഒരു ജാഥ പോലെ നടത്താൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഇല്ല, അതൊക്കെ ഉണ്ടാവും. ഇപ്പൊ ജനങ്ങളായി ഇളകിയിരിക്കുക. പിന്നെ എന്ത് പ്രശ്നം? അത് നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പറയാം. അതിപ്പോ നമുക്ക് വലിയ രീതിയിലുള്ള പ്രചാരം UDF ഭാഗത്തുനിന്ന് അനുകൂലമായി നടക്കുന്നുണ്ട്. LDF സർവശക്തി CPMനകത്ത് നമുക്ക് അനുകൂലമായ നിലപാടുണ്ട്. അത് കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കേണ്ടതാണ്. ഇത് മയ്യിലാണ്, അറിയാലോ. തളിപ്പറമ്പിലെ മയ്യിൽ ഇതാണ് സീൻ എന്ന് വെച്ചാൽ എല്ലാ കോട്ടകളും കെട്ടുന്നതും പൊളിക്കുന്നതും ജനങ്ങളാണ്. അധികാരത്തിലിരിക്കുന്നവരെക്കാൾ ശക്തി ജനങ്ങൾക്കുണ്ടെന്ന് മറക്കുന്ന ഭരണകൂടത്തെ ജനങ്ങൾ തിരുത്തും. ആ നേതൃത്വത്തെ പ്രവർത്തകർ തിരുത്തും. പത്മകുമാറിന് പാർട്ടിയിൽ തുടരാം, N വാസുവിന് പാർട്ടിയിൽ തുടരാം, TKജിക്കോ കുഞ്ഞികൃഷ്ണനോ പറ്റില്ല. എന്ന് വെച്ചാൽ എന്താ? പാർട്ടിയോട് യാഥാർത്ഥ്യം പറയുന്നവർ പാർട്ടിയിൽ വേണ്ട. അവർക്ക് സ്നേഹം അധികാരത്തോട് മാത്രമാണ്. പാർട്ടിയെ സ്നേഹിക്കുന്നവർ തളിപ്പറമ്പിൽ TKജിയോടൊപ്പം ഉണ്ടാവും. ഇതില് തുറന്നു പറയാൻ ആർജവമുള്ള ആളുകളുടെ എണ്ണം ചിലര് ഭയക്കും. ഇന്നോവയൊക്കെ തിരിയുമല്ലോ, പക്ഷെ വോട്ട് ചെയ്യാൻ ആരും ഭയപ്പെടില്ല. തളിപ്പറമ്പിൽ മാറ്റത്തിന്റെ കാറ്റ് വീശും. ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മത്സരിക്കാൻ ആളില്ലാത്തതിന്റെയോ ആളെ കിട്ടാത്തതിന്റെയോ പ്രശ്നമല്ല. കഴിഞ്ഞ തവണ മത്സരിച്ച റഷീദ് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷനോട് കോൺഗ്രസ് പാർട്ടി റെസ്പോണ്ട് ചെയ്താണ്. ആ സിറ്റുവേഷൻ അധികാരത്തോട് മാത്രം താല്പര്യമുള്ള ആളുകളെ തിരുത്താൻ CPMനകത്തു നിന്ന് തന്നെ വലിയ ചർച്ചയാവുന്ന തരത്തിൽ ആളുകൾ പുറത്തു വരിക. G സുധാകരൻ പുറത്തു വരുന്നു, കുഞ്ഞികൃഷ്ണൻ പുറത്തു വരുന്നു, TKജി പുറത്തു വരുന്നു. അവരോടുള്ള CPMന്റെ റെസ്പോൺസ് ചെറ്റത്തരം എന്നുള്ള വാക്കൊക്കെ കേരളത്തിന്റെ മുഖ്യമന്ത്രി G സുധാകരനെ പോലെ ഒരാൾക്ക് നേരെ ഉപയോഗിക്കുന്നത് നമ്മൾ കാണുന്നു. അപ്പോ ഒരു കാര്യം, CC മുകുന്ദൻ BJP പോയി മത്സരിക്കുമ്പോ ഒരു കടുത്ത വാക്കുകളും ഇല്ല. അജിത്ത് BJP സ്ഥാനാർത്ഥിയാകുമ്പോൾ ഒരു കടുത്ത വാക്കും ഇല്ല. സ്വതന്ത്രരാവുന്നവരോട്, UDF പിന്തുണ പ്രഖ്യാപിക്കുന്നവരോട്, അവരോട് മാത്രമേ വിദ്വേഷമുള്ളൂ. അതിന്റെ കാര്യം കാരണങ്ങൾക്ക് ജനങ്ങൾ ആവേശത്തിൽ പോയിക്കൊണ്ടിരിക്കെ ഒരു UDF വിമതനായി കൊയ്യം വരുന്നതിന്റെ ഒരു പ്രശ്നമുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, ഇത് ജനങ്ങൾ ആഗ്രഹിക്കുന്നിടത്ത് പാർട്ടി റെസ്പോണ്ട് ചെയ്താണ്. ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് പാർട്ടി പ്രവർത്തകർ നിൽക്കണമെന്നുള്ളതാണ് ആഗ്രഹം. ഇവിടെ സാധാരണ CPM പ്രവർത്തകർക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു ഭരണത്തെ അവര് തന്നെ ചോദ്യം ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ അതിനോട് പാർട്ടിക്ക് റെസ്പോണ്ട് ചെയ്യേണ്ടതുണ്ടല്ലോ. തീർച്ചയായിട്ടും ലോകസഭ, ലോക്കൽ ബോഡി, ഉപതെരഞ്ഞെടുപ്പ് തരംഗം നിയമസഭയിലും കണ്ടോളൂ. ഗോവിന്ദ, ഏറ്റവും അവസാനത്തെ പ്രതീക്ഷ കൂടെ ഒന്ന് പറയാം. തീർച്ചയായിട്ടും വിജയപ്രതീക്ഷ, ഉയർന്ന വിജയപ്രതീക്ഷയുള്ളത്. ഓക്കെ, അങ്ങനെ ടി കെ ഗോവിന്ദന്റെ റോഡ് ഷോ പുരോഗമിക്കുകയാണ്. മയ്യിലാണ് ഇപ്പോൾ റോഡ് ഷോ പുരോഗമിക്കുന്നത്.